നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആസ്ഥാന ഉമ്മച്ചൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. കഴിഞ്ഞ ദിവസം ഉമ്മച്ചനും കാമുകിയുമായി നടന്ന ഫോൺ സംഭാഷണം തൽപര കക്ഷികൾ ചോർത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതോടെ നിൽക്കക്കള്ളിയില്ലാതെയാണ് ഉമ്മച്ചൻ മുങ്ങിയത്. ആ സംഭാഷണം ആദ്യം ഒന്ന് കേൾക്കാം. പറഞ്ഞോ. അത് ഫോൺ കട്ടായതാ. ആ കൊച്ചിനെ രണ്ടാമതും കെട്ടിച്ചു, പക്ഷെ ശരിയായില്ല. ആ മക്കള് മൂത്തയിടത്തിന് 5 കിട്ടി, അറിയോ? മൂത്തവൻ അവനും പള്ളി സെക്രട്ടറി ഒക്കെ നമ്മുടെ പള്ളിയില്. അവൻ 5 കിട്ടി. അല്ല, അവൻ ഓരോന്നും കളഞ്ഞു പോയി. 5 എണ്ണത്തിന് കിട്ടിയത്. പിന്നെ 6ാമത് ഇടവൺ പള്ളി ഒരു കല്യാണത്തിന് ക്രമീകരണം ചെയ്ത പള്ളി അനുവദിച്ചില്ല. ഇപ്പൊ അമേരിക്കയിൽ എങ്ങാണ്ട് പിന്നെ വോൾട്ടേജ് ഹോമിൽ കിടക്കുന്നു. പിന്നെ വേറൊരുത്തന്റെ ചെറിയാനെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ പോയതാ. ഒരു അമ്മായിപ്പൻ മോനെ വിളിച്ചു, അല്ല അപ്പൻ മോനെ വിളിച്ചു പറഞ്ഞടാ നിന്റെ അവിടെ ആരണ്ടൊക്കെ വന്നു പോകുന്നുണ്ടെന്ന്. അവന് സംശയമായി, അവനും കളഞ്ഞത്. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം ഷിബുവിന്റെ അവിടെ ആദ്യം കുഴപ്പമായിരുന്നല്ലോ. ഇപ്പം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ഷിബുവിന്റെ അവിടെ ആദ്യം എന്ത് പ്രശ്നമായിരുന്നു? അവളിപ്പം നാട്ടിലില്ലല്ലോ. അവൻ ആന്നാന്ന് അത് തന്നെ. ഇങ്ങനെ നമ്മളെ കുറിച്ച് സംശയിക്കുന്ന എങ്ങനെ ഒരു സംശയം എന്നെ കുറിച്ച് ആരെങ്കിലും ഭാവിക്കാമോ? ഒരിടത്തും ആരും പറയത്തില്ല. ഏത് പള്ളിയിൽ പോയും അന്വേഷിച്ചു. ആയൂര് അവിടെ ആളുണ്ടല്ലോ, നിറായിക്കോട് പള്ളിയില് ആണ് മരിച്ചുപോയ അവന്റെ ഭാര്യ. പിന്നെ ഇവിടെ ആശയെടുത്ത് വിളിച്ചു വരും. ആശയ്ക്ക് അറിയാമല്ലോ. ഇല്ല, ഇപ്പോഴൊന്നും ആണെങ്കിൽ അതിന് പോകത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ എന്നെ കാണുന്നതിന് മുന്നേ ഒന്നുമില്ല. അല്ല, ആശയോട് ചോദിക്കാം. ആശയുടെ ഭർത്താവിന് ഭയങ്കര സംശയമാണ്. അവരുടെ വീടിന് കോളിംഗ് ബെൽ പോലും വെച്ചിട്ടില്ല. ഭയങ്കര ഒരു മധുരമൊക്കെ കിട്ടിയ. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആശയോട്. ഞാൻ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് വിളിച്ചു പോയൊരു ആശ പറയും. ഒന്നുമില്ല. അങ്ങനെ സംശയിക്കേ വേണ്ട, അങ്ങനെ തർക്കിക്കേ വേണ്ട. ഞാനും ഇത് അങ്ങോട്ട് വിളിച്ചിട്ടാ പറഞ്ഞാന്നോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളെ നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നു, അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ സംശയിക്കുകയും വേണ്ട കേട്ടോ, തർക്കിക്കണ്ട. പോകാൻ സമയമായോ? വിളിക്കാനാൾ വരൂ. നാളെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞാൽ. അതെ, എന്നാ പിന്നെ നാളെ ഒന്ന് വിളിക്കും. നാളെ വിളിക്കുമോ? ഞാൻ പറഞ്ഞ കേട്ടോ. മനസ്സിലായി. സമാധാനം കിട്ടിയാലേ. അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷം ഉണ്ടായാലേ. നാളെ വിളിക്കുമോ? നീ സംസാരം ഒന്ന് കേട്ടാ മതി. സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. പക്ഷെ അല്ലാതെ വിളിക്കല്ലേ കേട്ടോ. അന്നേരം തിരിച്ചു വിളിച്ചിട്ട് എടുത്താ മതി. ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലാതെ എടുക്കണ്ട കേട്ടോ. എന്നാലും മതി. ശരി.
എന്നാ പിന്നെ വരുമ്പോതാ. ഉമ്മ. ഓക്കെ, നാളെ മറ്റന്നാൾ വയ്ക്കും. ഉം. ഈ ആഴ്ച ഉമ്മച്ചന്റെ പള്ളിയിൽ ഒരു കല്യാണമുള്ളതാ. ആ കല്യാണത്തിന് പഴയ ഗുരുവിനെ പള്ളിമുറ്റത്ത് കാലുകുത്തിക്കില്ലെന്ന് ശപഥം ചെയ്തിരുന്നതാ. പക്ഷെ എന്ത് ചെയ്യാം, ഗുരു കല്യാണത്തിന് വരികയും ചെയ്യും, ഉമ്മച്ചന് പള്ളിമുറ്റത്ത് കാലുകുത്താൻ പറ്റാതെയുമായി. ഇതാണ് കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. ഉമ്മച്ചന്റെ പാപ്പരസികൾ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് എടുക്കാൻ വയ്യാത്ത ശപഥമൊന്നും ഉമ്മച്ചൻ ചെയ്യരുത്. എനിക്ക് ദൈവത്തോടൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, ഉമ്മച്ചന്റെ ഗതി കൂടെയുള്ള കുറുവാ സംഘത്തിന് പറ്റരുതേ എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മലങ്കര സഭ പൊതുസമൂഹത്തിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം ഭദ്രാസനത്തെ കൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ തിരുട്ട് സംഘം കാതോലിക്ക ബാവയ്ക്കെതിരെ വരെ കേസും കോടതിയുമായി നടക്കുകയാണ്. സ്വന്തം വീട്ടിൽ അപ്പനെതിരെ കേസ് കൊടുത്ത് പൊതുസമൂഹത്തിൽ നാറ്റിക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ദേവലോകത്തെ മറ്റൊരു കുറുവാ സംഘമാണ്. ആമയും കരടിയും കടത്തനാടനും അടങ്ങുന്ന കുറുവാ സംഘം. ഈ കുറുവാ സംഘം എല്ലാ ഭദ്രാസനത്തിലും ഉണ്ടാക്കുന്ന അതിക്രമങ്ങൾ ചില്ലറയല്ല. ഇവരുടെയൊക്കെ കണ്ണിലെ കരടായിരുന്ന മുൻ തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്ത ഗബ്രിയേൽ തിരുമേനിയെ കണ്ണീര് കുടിപ്പിച്ചത് ചില്ലറയല്ല. ആ കണ്ണീരിന്റെ ഫലമാണ് ഉമ്മച്ചനും സംഘവും ഇന്ന് അനുഭവിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില വിശുദ്ധരെ കുറിച്ചാണ്. ആരെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ വിമർശിക്കാനോ അല്ല. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്, എന്നെ പൊങ്കാലിടുകയും ചെയ്യരുത്. കഴിഞ്ഞ വർഷം ഈ സമയം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കുറെ വിശുദ്ധ കൗൺസിലർമാരും കൂട്ടരും കുറ്റാരോപണം നടത്തി ഭദ്രാസന മെത്രാപ്പോലിത്തയെ രാജിവെപ്പിച്ചു. നമ്മളെല്ലാം കാണിയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. ആരൊക്കെയാണ് ഈ കൗൺസിലർമാരും ശിങ്കിടികളും എന്നറിയാമോ? ഒന്ന്, അൽമായ നേതാവ്. ഇദ്ദേഹം കാതോലിക്ക ബാവ തിരുമേനിക്കെതിരെ 17 കേസുകൾ കൊടുത്ത വ്യക്തിയാണ്. ഇപ്പോഴും ആ കേസുകൾ നടക്കുന്നുണ്ട്. കത്തീഡ്രൽ പള്ളിയും ബാവ പറമ്പും പാത്രിയാർക്കീസ് വിഭാഗത്തിന് എത്തിച്ചു നൽകാം, പകരം സഹോദരനെ സഭാ സെക്രട്ടറി ആക്കണം. ആ കരാറിലാണ് ഈ കേസും കോടതിയുമായി നടക്കുന്നതെന്നാണ് പൊതുജന സംസാരം. ഇത് ഞാൻ പറഞ്ഞല്ലേ. ഈ സഭയെ നശിപ്പിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയവനെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അതിന് ഞാൻ കുറ്റക്കാരനല്ല. 2, കുപ്പായം ഇട്ടിട്ടുണ്ട്, പക്ഷേ നേതാവിന്റെ മുമ്പിൽ അടിയാനാണ്. നേതാവ് എന്ത് പറഞ്ഞാലും വാലാട്ടി അനുസരിക്കുന്ന ആളാണ്. പട്ടം തന്ന സ്വന്തം ഗുരുവിനെ ഒരു ഉളുപ്പുമില്ലാതെ യൂദാസിനെ പോലെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് ഏത് സ്ഥാനത്തിന് വേണ്ടിയും ആരെയും എന്തും ചെയ്യാൻ തയ്യാറായ പിശാചിന്റെ ഹൃദയമുള്ളവനെന്ന് ഞാൻ പറയില്ല, ഇടവക്കാർ പറയും. രാവിലെ ബാവായുടെ കൈമുത്തും, ബാവയെ ആനയിക്കും. രാത്രി കേസ് കൊടുത്തവന്റെ വീട്ടിൽ സംഘം കൂടും. യാതൊരു ഉളുപ്പുമില്ല. പിന്നെ ചില വരുത്തുപോക്കുകൾ ഉള്ളതായി പാപ്പരസികൾ പറയുന്നു. അവർ ഉമ്മച്ചനെ പോലെ കൈയോടെ പൊക്കാൻ പിന്നാലെ നടക്കുകയാണ്. ഓർമ്മ വേണം. 3, കുപ്പായമിട്ട് ഒരു ഉമ്മയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ലോലഹൃദയനായ ഉമ്മച്ചൻ. കയ്യിലിരിപ്പ് കാരണം ഒരിക്കൽ ശിക്ഷണ കൽപ്പന വാങ്ങിയതാണ്. ഇപ്പോൾ അത് മാറ്റിയവർക്ക് തന്നെ വീണ്ടും എഴുതേണ്ട സാഹചര്യം ഉണ്ടാക്കിയ പരമയോഗ്യൻ. 4, മെത്രാന് നേരെ കൈയോങ്ങിയവൻ. ഇപ്പോൾ സ്വന്തം ഭാര്യ മറ്റൊരു പോലീസുകാരന്റെ കൂടെ ജീവിക്കുന്നത് കണ്ട് മോങ്ങി നടക്കുന്നു. പിന്നെ 5, കുറുക്കനായ കോമളൻ. പക്ഷെ സ്വന്തം വീട്ടിൽ അവന്റെ മുഖം കണ്ടാൽ സ്വന്തം ചേട്ടനടിച്ച് ഷേപ്പ് മാറ്റും. അത്രയ്ക്കുണ്ട് വിശുദ്ധ പട്ടം. 6, സീറ്റ് കച്ചവടത്തിൽ കമ്മീഷൻ വാങ്ങി അച്ചടക്ക നടപടി നേരിട്ട മാനേജിംഗ് കമ്മിറ്റിയിൽ പിടിയുള്ള വൈദികൻ. കുപ്പായം ഇട്ടിട്ടുണ്ട്, പക്ഷെ റബ്ബറിന്റെ ഒട്ടുകറ കണ്ടാൽ അപ്പോ അടിച്ചു മാറ്റും. ഇനിയുമുണ്ട് കുറെ എണ്ണം. എല്ലാവരുടെയും കൂടെ കഥ പറഞ്ഞാൽ ഈ 10 എപ്പിസോഡ് പോലും തികയത്തില്ല. കഴിഞ്ഞ വർഷത്തെ ആവശ്യം ഭദ്രാസന മെത്രാപ്പോലിത്തയെ മാറ്റണമെന്നായിരുന്നു. ഇപ്പോൾ ഇവന്മാരുടെ ആവശ്യം ബാവയെ മാറ്റണമെന്നാണ്. അതിന് ഉത്തരവാദികളാരാ? 1, കഴിഞ്ഞ വർഷം ഈ സകലതും തികഞ്ഞവന്മാരുടെ നാടകം കണ്ട് സിനഡിൽ തല കുമ്പിട്ടിരുന്ന് ഉള്ളിൽ ചിരിച്ചവർ. അന്നേ പലരും പറഞ്ഞിരുന്നു ഇവന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സഭയെ നശിപ്പിക്കുമെന്ന്. 2, ഭദ്രാസനത്തിൽ തിരുമേനിയെ തേജോവധം ചെയ്യുന്നത് കണ്ടിട്ട് ഊറിച്ചിരിച്ചുകൊണ്ടിരുന്ന കുപ്പായക്കാർ. നിങ്ങൾക്കുള്ള പണി ഉടനെ തന്നെ ഇവന്മാരിൽ നിന്നും കിട്ടും, അപ്പോൾ പഠിച്ചോളൂ. 3, ബാബ തിരുമേനിക്കെതിരെയും സഭയ്ക്കെതിരെയും ഈ പണിയെല്ലാം കാണിച്ചിട്ടും ഇവനെയൊക്കെ തല്ലാതെ വിടുന്ന അൽമായ പ്രമുഖർ. വാചകം അടിച്ചാൽ പോരാ, പത്തലെടുക്കേണ്ടിടത്ത് എടുക്കണം, എടുക്കുക തന്നെ വേണം. പിന്നെ സഭ നശിച്ചു എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ഇതിലും വലുത് കാണാൻ പോവുകയാണ്.
എല്ലാവരും ഓർത്താൽ നന്ന്.